യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ തുടിക്കുന്ന പേരാണ് അടൽ ബിഹാരി വാജ്പേയി. രാഷ്ട്രീയ എതിരാളികളിൽ പോലും അടൽ ബിഹാരി വാജ്പേയി എന്ന നാമം അഭിമാനമുയർത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ അനേകമാണ്. ഒരു മനുഷ്യായുസ്സിൽ ചെയ്തു തീർക്കുന്നതിൻ്റെ 10 മടങ്ങ് ഈ രാഷ്ട്രത്തിനായി സമ്മാനിച്ചു കടന്നുപോയി വാജ്പേയി. ജനമനസ്സുകളിൽ ചിരഞ്ജീവിയാണ് അദ്ദേഹം. ദേശീയ സദ്ഭരണ ദിനമായി ആഘോഷിക്കാൻ വാജ്പേയി എന്ന മഹാമനീഷിയുടെ ജന്മദിനമല്ലാതെ മറ്റൊരു ദിനം കണ്ടെത്താനില്ല. രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പർണശാലയിലെ അരണികടഞ്ഞു ജ്വലിപ്പിച്ച അഗ്നിയായതിനാൽ തന്നെ ഭാരതമെന്ന ഒരേ ഒരു മന്ത്രം മാത്രമായിരുന്നു ആ സിരകളിൽ. 3 തവണ വാജ്പേയി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി. ആദ്യം 13 ദിവസം മാത്രം, പിന്നെ അത് 13 മാസമായി. അന്ന് പൊക്രാനിൽ ഭാരതം നടത്തിയ ആണവ പരീക്ഷണത്തിലൂടെ വാജ്പേയി എന്ന രാഷ്ട്രതന്ത്രജ്ഞന്റെ ഇച്ഛാശക്തി ലോകരാജ്യങ്ങൾ പോലും തിരിച്ചറിഞ്ഞു. ആയിരത്തി 1999 കേവല ഭൂരിപക്ഷത്തോടെ വാജ്പേയി സർക്കാർ വീണ്ടും ഭാരതത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തു. AB വാജ്പേയി എന്ന പേരിന് ധീരതയുടെ കൂടി പര്യായമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു അത്. ഭാരതത്തിന്റെ ഒരു തരി മണ്ണും പാകിസ്ഥാന് നൽകില്ലെന്ന് ഉദ്ഘോഷിച്ച് വാജ്പേയി സൈനികർക്ക് നൽകിയ പിന്തുണയാണ് കാർഗിൽ വിജയ ദിവസത്തിലേക്ക് പോലും നമ്മെ നയിച്ചത്. എന്നും ഭാരതത്തോട് ശത്രുതാ മനോഭാവം പുലർത്തിയിരുന്ന പാകിസ്ഥാനുമായി നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനായതും ആണവ നിരായുധീകരണത്തിന് വ്യവസ്ഥ ചെയ്ത ലാഹോർ കരാർ നടപ്പാക്കിയതും വാജ്പേയിയുടെ കിരീടത്തിലെ പൊൻതൂവലുകളിൽ ഒന്നു മാത്രം. പ്രതിപക്ഷ നേതാവിന്റെ കസേര വിമർശനങ്ങൾക്ക് മാത്രമുള്ള മാധ്യമമല്ലെന്ന് തെളിയിച്ച വാജ്പേയി പകരം വെക്കാനില്ലാത്ത ജീവിത സമസ്യയാണ് ഈ നാടിന് സമ്മാനിച്ചത്. अग्नि में जलन, सूर्य में तपन शेष, स्वातंत्र समर की वेदी पर अर्पित होंगे अगणित जीवन यौवन शेष। अमेरिका क्या संसार भले ही हो विरुद्ध, कश्मीर पर भारत का ध्वज नहीं झुकेगा। एक नहीं दो नहीं, एक नहीं दो नहीं करो 200 समझौते, पर स्वतंत्र भारत का निश्चय नहीं रुकेगा. जन्म, दिल्ली.